ഫോൺ കോളുകളുടെ നീന്തൽ പഠിപ്പിക്കുന്നത് പോലെയാണ് നമ്മുടെ നാട്ടിലെ മാനേജ്മെന്റും ടെക്നിക്കൽ കോഴ്സസ് ഒക്കെ പഠിപ്പിക്കുന്നത്. ഒരുപാട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നീഡ് ആയിട്ടുള്ള ഒരു കോഴ്സസ് ആണ് അതൊക്കെ. നമ്മുടെ നാട്ടിലെ ടീച്ചേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. അവർ പഠിച്ചതൊട്ട് മറക്കുകയും ചെയ്യില്ല, പുതിയതായിട്ടൊന്നും പഠിക്കുകയും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഒരു ടീച്ചറിനെ സംബന്ധിച്ച് ഒരു കുട്ടിയെ ടീച്ചറാക്കി എടുക്കാൻ പറ്റും. അല്ലാതെ ഒരു ഓണ്ടർപ്രണറോ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യനോ ആക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ടഫ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നമ്മുടെ നാട്ടിൽ ഒരു ഓണ്ടർപ്രണർഷിപ്പിന് വേണ്ടി പഠിക്കുന്ന അല്ലെങ്കിൽ ഓണ്ടർപ്രണർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി MBA എടുത്ത് പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് 2 ദിവസം മാത്രമേ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കാൻ പാടുള്ളൂ. ബാക്കി 3 ദിവസം ക്ലാസ് എടുക്കേണ്ട അതത് മേഖലയിലെ ഇൻഡസ്ട്രി എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കണം. അതിപ്പോൾ ടെക്നീഷ്യൻ മേഖലയിലും അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഒരുപാട് EV കാർസ് ഒക്കെ ഇറങ്ങുന്നുണ്ട്. ശരിക്കും ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അതിനെ സർവീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം ഇന്ത്യയിൽ ഇപ്പം നല്ല രീതിയിൽ ഇല്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡീസലും പെട്രോളും എഞ്ചിനും എങ്ങനെ നന്നാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ നാട്ടിൽ മാറ്റേണ്ട വളരെ വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രി എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അതത് മേഖലയിൽ അവർക്ക് സ്ട്രോങ് ആയിട്ട് നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും.